വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ തിക് ഹെയർ ചലഞ്ചിന്റെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ 6 ദിവസമായിട്ട് നമ്മളെ ഹെയറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒരു 7 ദിവസത്തെ ജേർണി വരുന്നത്. അപ്പൊ ഇത് നമ്മൾ 6ാമത്തെ ദിവസത്തെ പാക്കാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ 7 ദിവസത്തെ ഹെയർ കെയർ ചലഞ്ച് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ചാനലിൽ കയറിയ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ എന്തായാലും ഫസ്റ്റത്തെ 3 വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ ഓരോന്നോരോന്ന് കണ്ടു വന്നാൽ മതി. ആ 3 വീഡിയോ കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എന്താ വെച്ചാൽ നമ്മളൊരു ടൈം ടേബിൾ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളത് അതിനനുസരിച്ച് ഇത് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ കഴിയുന്നതും എന്തായാലും നിങ്ങൾ ആ ഒരു 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് വേണം നമ്മളൊരു ഹെയർ പാക്കിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ ഏത് ടൈപ്പ് ഹെയർ ആണ്, നമ്മളെ സ്കാൽപ്പിന്റെ രീതി എന്താണെന്നുള്ള ഒക്കെ മനസ്സിലാക്കി വരുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ പാക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ പാക്ക് ചെയ്തിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ലൊരു രീതിയിൽ ഹെയർ ഗ്രോത്ത് വരട്ടെ. അപ്പൊ നമ്മളൊരു 1 വീക്കിനെ കൊണ്ട് തന്നെ നമ്മളെ ഹെയറിൽ നല്ലൊരു മാറ്റം വന്ന കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ നിങ്ങളെ റിസൾട്ട് എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഇന്നത്തെ പാക്കിലേക്ക് വേണ്ടത് പേരക്കേന്റെ ഇലയാണ്. ഈ ഒരു പേരക്കേന്റെ ഇല നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല എഫക്റ്റീവ് ആണ്. തിക്ക് ആയിട്ടുള്ള ഹെയർ തരാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളെ സ്കാൽപ്പിന്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. തളിരില നോക്കിയെടുക്കുക, മറ്റേ ഇല എടുക്കരുത്. ഇത് തളിരിലാണ് വേണ്ടത്. ഇത് നമ്മളെ ഉലുവയാട്ടോ. ഉലുവ ഇത് മുള വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഇന്നലെ പാക്ക് ചെയ്യാന്ന് കരുതിയിട്ട് വെച്ചത്. അപ്പൊ എനിക്ക് പറ്റാത്തതിനെ കൊണ്ട് ഞാൻ അത് അതേപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്തിച്ച് ചെയ്താണ്. അത് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, മുള വന്നിട്ട് പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ ടൈം സോക്ക് ചെയ്ത് വെക്കാൻ ടൈം ഇല്ലാത്ത ആളുകൾ നമ്മൾ മുന്നത്തെ വീഡിയോക്ക് ചെയ്താൽ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ ഇതേപോലെ രണ്ടും നല്ല മിക്സ് ആയിട്ട് കിട്ടും. ഭയങ്കര പേസ്റ്റ് ആയിട്ട് വേണം. നിങ്ങൾക്ക് ഇതിന്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ നമ്മളെ ഹെയറിൽ ഏതാണോ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിലേക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് മൊത്തത്തിൽ ഹെയറിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ആവുന്ന രീതിയിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. ഇത് പെട്ടെന്ന് കട്ടി ആവുന്ന പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലേ അത് കട്ടി ആവാൻ തുടങ്ങുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറെ ടൈം എടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ ഇത് ചെയ്യുക. ഇത് പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആക്കുക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പേരക്കേന്റെ ഇലേന്റെ കുറച്ചൊരു ഡ്രൈനെസ് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾക്ക് അതിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓക്കെ ആയിക്കോളൂ. അത് സ്റ്റാർട്ടിംഗ് ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്നത്തെ പാക്കിലുള്ള ഈ 2 കാര്യങ്ങൾ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാൻ നോക്കുക. ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതിപ്പോ ഞാൻ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം അത് ജ്യൂസ് പോലെയാണ് എടുത്തത്. അത് തരിച്ചെടുത്തതാണ്. തരിച്ചെടുക്കാൻ നമുക്ക് അരിപ്പയിൽ തരിച്ചത് കിട്ടൂല. അപ്പൊ നിങ്ങൾ ഒരു തുണി വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഹോസ്റ്റലേഴ്സിന് കഴിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. പൗഡർ വാങ്ങിയിട്ട് ചെയ്യാം. പെരക്കൻ്റെലൊക്കെ നമുക്ക് പൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി ചെയ്യേണ്ടി വരും. അല്ലാത്ത ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാം. ഇതൊരു മിക്സിയിലിട്ട് അടിച്ച് അതേപോലെ തന്നെ ഉപയോഗിക്കാം. അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ കുറെ ടൈം വാഷ് ചെയ്ത് എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ ഈ രീതിയിൽ ചെയ്താണ്. എൻ്റെ കണ്ണിൽ ചെറിയൊരു പൊടിയൊക്കെ പോയി കണ്ണും ചോന്നിട്ട് കിടക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാനിത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പാടാവും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് പാക്ക് ചെയ്യുന്നത്. ഈ ഒരു പാക്ക് 15 മിനിറ്റോ 30 മിനിറ്റോ വെച്ച് നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.